നമുക്കൊന്ന് ഫിഷ് മാർക്കറ്റ് വരെ പോയാലോ? നമ്മുടെ വീടിൻ്റെ ഒരു 10 മിനിറ്റ് ദൂരത്തിലുള്ള ഒരു ലോക്കൽ മാർക്കറ്റിലാണ് ഞാൻ സാധാരണ പോകാറ്. അവിടെ എപ്പോഴും എന്തെങ്കിലും വെറൈറ്റി ഐറ്റം ഉണ്ടാവും. ഇത്തവണ കണ്ടൊരു പുതിയ ഐറ്റമാണ് ഈ പിഗ് ഫിഷ്. ആരോ അറിഞ്ഞിട്ട പേരാ. പിഗിനെ പോലെ തന്നെ നല്ല വലിപ്പവും നിറവും ഒക്കെ ഉള്ള ഒരു ഐറ്റം. പിന്നെ നമ്മുടെ യൂഷ്വൽ ഐറ്റംസും ഉണ്ടാവും കേട്ടോ. ബേബി ബാർമുണ്ടി. ഇത് ഞാൻ ഒരു 2 എടുക്കും നമ്മുടെ സ്റ്റീം ഫിഷ് ഉണ്ടാക്കാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിഗ് ഫിഷ്. ഇത് മാക്കറൽ, നമ്മുടെ നാട്ടിലെ അയില. പിന്നെ ക്രാബ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇത് ബ്ലൂ സ്വിമ്മർ ക്രാബ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഈ കാണാൻ നല്ല കളറും ലുക്കും ഒക്കെ ഉള്ള ഐറ്റംസ് എടുത്ത് ഭംഗി നോക്കുമെന്നല്ലാതെ ഞാനങ്ങനെ എപ്പോഴും വാങ്ങിക്കാറില്ല. വാങ്ങിക്കുന്നത് നമ്മുടെ സ്ഥിരം ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് വെറൈറ്റീസ് ഒക്കെ തന്നെയായിരിക്കും. പിന്നെ ഷെൽ ഫിഷിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. അത് ക്രാബ്സ്, മസിൽസ്, പിന്നെ പ്രോൺസിൻ്റെ പലതരം, സ്ക്വിഡ്, ഓക്ടോപ്പസ് ഒക്കെ. സ്ക്വിഡ് ഞാൻ ഇടയ്ക്കിടെ വാങ്ങാറുണ്ട് നമ്മുടെ സ്ക്വിഡ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് മീൻ വാങ്ങിച്ചാലും അത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകാമെന്നുള്ളതാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടുന്ന സൈസാണ് സംഭവം എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചേട്ടൻ ബാക്കി കട്ട് ചെയ്യുള്ളൂ. കണ്ടില്ലേ? നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ അച്ഛനെയും കൂട്ടിയാണ് ഫിഷ് മാർക്കറ്റിൽ വരുന്നത്. ഈ മെഷീനിൽ ഫിഷ് കട്ട് ചെയ്യുന്നത് കാണാൻ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും പോരാതെ ലൈവ് ഫിഷ് വരെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഓയിസ്റ്റേഴ്സ്, കാവിയാർ, പിന്നെ നമ്മുടെ സുഷി, സഷീമി ഐറ്റംസിനുള്ള ഫിഷ് കട്ട്സ്. ഇതൊന്നും ഞാൻ പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മേടിച്ചിട്ടില്ല. ഞാൻ നമ്മുടെ സ്ഥിരം ഐറ്റംസൊക്കെ തന്നെ മേടിച്ചുകൊണ്ട് പോയി ഉച്ചയ്ക്ക് നല്ല ഫ്രഷ് പോംഫ്രെറ്റ് ഫ്രൈ ഒക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എന്ത് രസമായി സൗണ്ട് തന്നെ കേൾക്കാനല്ലേ?